തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണം പോയ സംഭവത്തിൽ ക്യാമ്പിനുള്ളിലെ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ക്യാമ്പിൽ പരിശോധന നടത്തിക്കഴിഞ്ഞു. പോലീസ് സംശയിക്കുന്ന ആളുടെ വിരലടയാളവും ശേഖരിച്ചു. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, വീണ്ടും ഗുഡ് മോർണിംഗ്, പറയൂ. അതീവ സുരക്ഷാ മേഖലയാണ് പാങ്ങോട് സൈനിക ക്യാമ്പ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു ആനക്കൊമ്പ് മോഷണം പോയെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ സംശയം തോന്നിയതാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു DJ പാർട്ടി പാങ്ങോട് സൈനിക ക്യാമ്പിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സംഘടിപ്പിക്കുകയും അതിന് പിന്നാലെ പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കരിഞ്ചന്തയിൽ 2 കോടി വില വരുന്ന 2 ആനക്കൊമ്പുകൾ കാണാനില്ല എന്നുള്ള പരാതി പൂജപ്പുര പോലീസിന്റെ മുൻപിലെത്തുന്നു. അതിനുശേഷം ആ DJ പാർട്ടിയിൽ പങ്കെടുത്ത പ്രായപൂർത്തിയാകാത്തവരടക്കം ഏതാണ്ട് 17ഓളം പേരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അവരിലേക്ക് നീളുന്ന സംശയങ്ങളൊന്നും പോലീസിനുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഈ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ കൃത്യമായിട്ടുള്ള പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. സാധാരണഗതിയിൽ ഈ ബാഗിലടക്കം വളരെ വിശദമായി പരിശോധിച്ചാണ് ആളുകളെ അങ്ങോട്ട് കയറ്റുന്നതും ഇങ്ങോട്ടേക്ക് ഇറക്കുന്നതും. അവിടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതായിരുന്നു പോലീസിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സൈനിക ക്യാമ്പിനുള്ളിലെ തന്നെ ഒരാളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന തരത്തിലേക്കുള്ള ചില സൂചനകൾ നൽകുന്ന സംശയങ്ങൾ ഇപ്പോൾ പോലീസിന് ഉണ്ടായിട്ടുണ്ട്. അതിന് ചില തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും അടക്കം ഇതിനകത്ത് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ക്യാമ്പിനുള്ളിൽ തന്നെയുള്ള ഒരാളെ സംശയിച്ചത്. ഇയാളെ കൂടുതൽ തെളിവ് ശേഖരണം നടത്തിയ ശേഷം ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് പൂജപ്പുര പോലീസ് നൽകുന്ന വിവരം. താങ്ക് യു ഷബീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.